അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ ഈ പാട്ടിൽ കാണുന്ന ഒരു കൊട്ട നിറയെ ഇരിക്കുന്ന ചാമ്പയ്ക്ക ചെറുപ്പത്തിലേ എന്റെ കണ്ണിലുടക്കിയതാണ്. കഴിഞ്ഞ ദിവസം ഈ പാട്ടിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ചാമ്പയ്ക്ക കഴിക്കാൻ ഭയങ്കര കൊതി. അതങ്ങനെയാണല്ലോ, പുറനാട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പല കാര്യങ്ങളും മിസ് ചെയ്യാൻ തുടങ്ങും. മിസ് ചെയ്തപ്പോൾ ഞാൻ പോയത് ഞങ്ങളുടെ വീട്ടിലെ ബാക്ക് യാർഡിലേക്കാണ്. ഇതാ നോക്കൂ, നല്ല പിങ്ക് കളറിൽ കിടക്കുന്ന ഈ സുന്ദരി ഫ്രൂട്ട്സിനെ ഒരു കൊട്ട നിറയെ ഞാൻ പറിച്ചെടുത്തു. ഈ സുന്ദരിയുടെ പേര് ലില്ലി പില്ലി എന്നാണ്. നമ്മുടെ ചാമ്പക്കയുടെ ടേസ്റ്റ് ആയിട്ട് ഒത്തിരി സിമിലർ ആണ് ഇതിന്റെ ടേസ്റ്റ്. കുറെ കിട്ടിയതുകൊണ്ട് അച്ചാറിടാമെന്ന് തീരുമാനിച്ചെങ്കിലും ആദ്യം നമ്മുടെ ആചാരം മറക്കാൻ പാടില്ലല്ലോ. ഉപ്പും മുളകുപൊടിയും വെളിച്ചെണ്ണ ചേർത്ത് കുറച്ചങ്ങോട്ട് കഴിച്ചു. ഇത്രയും ലില്ലി പില്ലി ഞാൻ പറിക്കാൻ നേരത്ത് കാണിച്ച അതേ ആവേശം ഇത് നുറുക്കാൻ നേരത്തും കാണിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഒരു പോയിന്റ്. ഇതാ കണ്ടില്ലേ, ചെറുതാണ് സംഭവം, അപ്പൊ മുറിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾക്ക് ഇതൊക്കെ സിമ്പിൾ. ഈ ചെറിയൊരു ഫ്രൂട്ടിന് അതിനും വലിയ കുരുവാണ് അതിന്റെ ഉള്ളിലുള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം മുറിച്ചെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് അറിയുക പോലും ചെയ്യാത്ത ഞാൻ വേറൊരു രാജ്യത്ത് നിന്ന് ആ ഫ്രൂട്ട് ഉപയോഗിച്ച് അച്ചാറൊക്കെ ഇടുകയാണ്. എന്താ അല്ലേ? അതിന് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ ആദ്യമായി ഉണ്ടാക്കുന്ന അച്ചാറാണിത്. ഈ ചാമ്പയ്ക്കയും ലില്ലിപ്പില്ലിയും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരല്ല. വൈറ്റമിൻ സിയുടെ ഒരു ഗുഡ് സോഴ്സ് ആണ് ഈ രണ്ട് ഫ്രൂട്ട്സും. അങ്ങനെ ഓസ്ട്രേലിയയിൽ പിറവിയെടുത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി ഉണ്ടാക്കിയിരിക്കുന്ന ലില്ലിപ്പില്ലി അച്ചാർ. ഞങ്ങളെ പോലെ പല പ്രവാസികളും ലോകത്തിന്റെ പല കോണിലായിട്ട് ചാമ്പയ്ക്കൊക്കെ കൊതിച്ചിങ്ങനെ ഇടയ്ക്ക് ജീവിക്കാറുണ്ടെന്ന്. തൽക്കാലത്തേക്ക് ലില്ലിപ്പില്ലി ഉള്ളത് കൊണ്ട് ഐ എം ഫൈൻ. ബട്ട് ചാമ്പയ്ക്ക് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി നെക്സ്റ്റ് ഹോളിഡേസിന് നാട്ടിൽ ചെല്ലുമ്പോൾ ചാമ്പയ്ക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടെ ലില്ലിപ്പില്ലി അച്ചാർ കൂട്ടി ഞാൻ കുറച്ച് ചപ്പാത്തി കഴിക്കട്ടെ.